Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. May yahdihillahu fala mudilla lahu wa may yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ ഫലമായിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ മഴയെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. മഴ എന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം. അള്ളാഹു തആല മഴയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അറബിയിൽ മത്തർ എന്നാണ് അറബിയിൽ മഴക്ക് പറയാം. എന്നാൽ അള്ളാഹു തആല പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു മുബാറക്കത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ബറക്കത്താക്കപ്പെട്ടതാണ്. റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യമാണ് മഴ. ഗൈസ്, അള്ളാഹുവിന്റെ സഹായമാണ് മഴ. തൊഹൂർ, പരിശുദ്ധമായതാണ് എന്നൊക്കെയാണ് ഖുർആനിൽ അല്ലാഹു തആല മഴയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. മഴ ശിക്ഷയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സമൂഹങ്ങളെ നശിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ്. അപ്പൊ മഴയെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. മഴ പെയ്യുമ്പോ പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അള്ളാഹുവെ നീ ഉപകാരമുള്ള മഴയെ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ. അപ്പൊ ഉപകാരമില്ലാത്ത മഴ പെയ്താൽ നമുക്ക് നഷ്ടമാണ്. നമ്മുടെ വീടിന് നാശമുണ്ടാകുന്ന, നമ്മുടെ കൃഷി നശിക്കുന്ന, ആൾക്ക് നഷ്ടം സംഭവിക്കുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മഴയല്ല, മറിച്ച് ഉപകാരമുള്ള മഴയെ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ. അല്ലാഹുവേ സ്വയ്യിബൻ, പേമാരിയെ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ. എങ്ങനെയുള്ള നാഫിഅ, ഉപകാരമുള്ള മഴയെ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വെള്ളത്തെ കുറിച്ച് പഠിക്കാറുണ്ട്. വെള്ളത്തിന്റെ രാസവാക്യം H2O എന്നാണ്.
2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നതാണ് ജലത്തിന്റെ തന്മാത്ര. ഇത് നമ്മളെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതാണ്. നീലസ്വർണം, വെള്ളം സ്വർണമാണ്, അതിന് നീലസ്വർണം എന്നാണ് സാധാരണഗതിയിൽ വെള്ളത്തെ പറയാറുള്ളത്. എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവ് വെള്ളത്തിനുണ്ടായതുകൊണ്ട് വെള്ളത്തിന് സാർവത്രിക ലായകം എന്നാണ് പറയാറുള്ളത്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗതമാണ് ജലയാത്ര. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ച ഒരു കാര്യമാണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 എന്നും ഇതൊക്കെ കുട്ടികൾ പഠിക്കേണ്ടത്. എന്നാൽ ദാഹിച്ച് വലഞ്ഞ മനുഷ്യന് മറ്റു ഇതര ജീവികൾക്ക് വെള്ളം കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസേന്നാണ്. നമ്മളെ മതം പഠിച്ചാലാണ്, ദീന് പഠിച്ചാലാണ് അത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുള്ളൂ എന്നാണ്. ഇപ്പൊ ഖുർആനില് ഒരുപാട് ആയത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു സംഭവം, ഒരാള് മരുഭൂമിയിലൂടെ നടന്നു പോവാൻ, അയാൾക്ക് വെള്ളം കിട്ടിയില്ല. പിന്നെ അദ്ദേഹം ഒരു കിണറ്റിൽ വെള്ളം കണ്ടു. അപ്പൊ അദ്ദേഹം കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു. കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കയറിയപ്പോ ഒരു നായയുണ്ട് അവിടെ നിൽക്കുന്നു, ദാഹിച്ചു വലഞ്ഞ നായ. ആ മനുഷ്യൻ ഉടനെ കിണറ്റിലിറങ്ങി അദ്ദേഹം ഷൂസിൽ വെള്ളം നിറച്ച് വായിൽ കടിച്ചു പിടിച്ച് നായക്ക് കൊടുത്തു. ഇതിന്റെ പേര് ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോയി എന്നാണ്. ഇയാൾ ചെയ്തൊരു കാര്യം ചെറിയ കാര്യമാണ്, പക്ഷെ ഇതിന്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിൽ പോയി. ഇപ്പൊ സഹാബത്ത് ചോദിച്ചു നബിനോട്, നബിയെ, നായക്ക് വെള്ളം കൊടുത്ത സ്വർഗം കിട്ടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. പച്ചക്കരളുള്ള ഏതൊരു വസ്തുവിനും പുണ്യം ചെയ്യുന്നത് നന്മയാണ് എന്നാണ്. ഇപ്പോ ദാഹിച്ചു വലഞ്ഞൊരു നായക്ക് വെള്ളം കൊടുത്തിട്ട് ആള് സ്വർഗത്ത് പോയി. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇപ്പൊ സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്വർഗത്തില് വെള്ളമുണ്ട്, നരകത്തില് വെള്ളമില്ല. അല്ലാഹു തആല സ്വർഗത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തൊക്കെ പറഞ്ഞു, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം. ഖുർആനിൽ അല്ലാഹു തആല മാ എന്ന പദം 63 തവണ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 63. അപ്പൊ ഈ 63 ഒരു വല്ലാത്തൊരു സംഭവമാണ്. മാത്രല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു തആല പറയാണ്, വെള്ളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു മേഖലയാണ് വെള്ളം. അല്ലാഹു തആല പറയാൻ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുകയല്ല, അല്ലാഹു തആല പറയുകയാണ്. നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന അല്ലാഹു തആല പറയാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, കാർമേഘത്തിൽ നിന്ന് നിങ്ങളാണോ അത് പെയ്യിപ്പിച്ചത്? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ അത് വർഷിപ്പിച്ചത്? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു. ഉപ്പ് രസമുണ്ടാക്കിയാൽ എന്താ പ്രശ്നം? പാചകം ചെയ്യാൻ കഴിയില്ല, കൃഷി ചെയ്യാൻ കഴിയുകയില്ല. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്നാണ്. അല്ലാഹുവിന് നമ്മൾ നന്ദി കാണിക്കണം. കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിലുള്ള മുഴുവൻ വെള്ളത്തിന്റെ 97% സമുദ്രത്തിലാണ്. ലോകത്തിലുള്ള മുഴുവൻ വെള്ളത്തിന്റെയും 97% സമുദ്രത്തിലാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 3% മാത്രമാണ്. ഈ 3% കൊണ്ടാണ് നമ്മൾ കുടിക്കുന്നത്, നമ്മൾ വൃത്തിയാക്കുന്നത്. എല്ലാത്തിനും വെള്ളം വേണമല്ലോ. പാത്രം കഴുകാൻ വെള്ളം വേണം, വസ്ത്രം കഴുകാൻ വെള്ളം വേണം, വീട് വൃത്തിയാക്കാൻ വെള്ളം വേണം. അതുപോലെ തന്നെ വൈദ്യുതി ഉണ്ടാക്കാൻ, ചികിത്സക്ക്, ആലോചിച്ചാൽ കണക്കില്ല. എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. വെള്ളത്തെക്കുറിച്ച് ഇനിയും ചിന്തിച്ചാൽ നമുക്ക് കാണാം, ഏതൊരു വസ്തുവിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ 3 കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ്. ഒന്നുകിൽ അതിന്റെ നിറം. നമുക്കൊക്കെ നല്ല നിറമുള്ള ഒരു വസ്തുവിനോട് വളരെ ആഗ്രഹമാണ്. നല്ല നിറമുള്ള ഒരു പൂവ് കാണുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കൗതുകം തോന്നും, ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നല്ല മണമുള്ള ഒരു സാധനത്തിന് നമ്മൾ ഇഷ്ടപ്പെടുക, അതുമല്ലെങ്കിൽ നല്ല രുചിയുള്ളത്. എന്നാൽ ഈ 3 കാര്യവും ശുദ്ധജലത്തിനില്ല. ശുദ്ധജലത്തിന് രുചിയില്ല,
ശുദ്ധജലത്തിന് രുചി ഉണ്ടായി കഴിഞ്ഞാൽ അത് തൊഹൂറല്ല, അതിന് മണം ഉണ്ടാവില്ല, ഒരു പ്രത്യേക നിറമില്ല. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മൾ വെള്ളത്തെ ഇഷ്ടപ്പെടുന്നു. എന്താ കാര്യം? അൽമാഉ അസാസുൽ ഹയാത്ത്, ജീവന്റെ അടിസ്ഥാനമാണ് വെള്ളം. അപ്പൊ വെള്ളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് ചെയ്തുന്ന വലിയ അനുഗ്രഹമാണ് വെള്ളം. ഇസ്ലാമിൽ ഒരു വിഷയത്തിലും ഇസ്റാഫില്ല, ധൂർത്തില്ല. മതത്തിന്റെ കാര്യത്തിലുമില്ല. മതത്തിൽ അതിരുവിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. പൈസ ചെലവാക്കുന്ന സ്ഥലത്ത് ധൂർത്ത് പാടില്ല. സംസാരത്തിൽ അധികമാകാൻ പാടില്ല. ഇതേപോലെ തന്നെ വളരെയധികം ഗൗരവത്തിൽ കാണേണ്ട സംഗതിയാണ് വെള്ളത്തിന്റെ വിഷയം. അമിതമാക്കി ചെലവഴിക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിന് നമ്മൾ ഉളു ഉണ്ടാക്കാറുണ്ട്. ഉളു ഉണ്ടാക്കുന്ന വിഷയത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരത്തിന് നമ്മൾ അംഗശുദ്ധി വരുത്തുമ്പോൾ, ഉളു ഉണ്ടാക്കുമ്പോൾ, ആ ഉളുവിന്റെ സമയത്ത് പോലും വെള്ളം അമിതമായി ചെലവഴിക്കാൻ പാടില്ല. ഇന്ന് പല സ്ഥലത്തും എന്താ കാണാറ്? ആളുകള് ഉളു ഉണ്ടാക്കുന്നിട്ട് വർത്തമാനം പറയും, ടാപ്പ് തുറന്നിടും, എന്നിട്ട് നാട്ടുവർത്താനം പറഞ്ഞ് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദിൻ വഹുവ യതവല്ല, സഅദ് റളിയല്ലാഹു അൻഹു ഉളു ഉണ്ടാക്കുന്ന സമയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്ത് കൂടെ നടന്നുപോയി. ഫഖാല, എന്നിട്ട് ചോദിച്ചു, മാ ഹാദ സറഫ്, സഅദ് എന്ത് ധൂർത്താണിത്, എന്ത് ധൂർത്താണ് നീ ചെയ്യുന്നത്? അപ്പൊ സഹാബി ചോദിച്ചു, അഫിൽ ഉളു ഇസ്റാഫ്, നബിയെ ഉളു ഉണ്ടാക്കുന്ന വിഷയത്തിൽ ധൂർത്തുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന പുഴക്കരികിൽ ഇരുന്നാണ് ഉളു ഉണ്ടാക്കുന്നതെങ്കിലും അമിതമായി ചെലവഴിക്കരുത് എന്നാണ്. ഇപ്പൊ ധാരാളം വെള്ളമുണ്ട്, ഇപ്പൊ നമുക്ക് തോന്നിയമാതിരി ധൂർത്തടിക്ക, അങ്ങനത്തെ ചിന്ത നമുക്ക് വരാൻ പാടില്ല എന്നാണ്. വസ്ത്രം കഴുകുമ്പോ അല്ലെ, ചില ആളുകൾ കഴുകുമ്പോൾ കഴുകും. വാഹനം കഴുകല്, പല സ്ഥലത്തും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്തടക്കം അവനെ വാഹനം, അതുപോലെ തന്നെ ചെടി നനക്കാനും വീട് വൃത്തിയാക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ആവശ്യത്തിനാണ് വേണ്ടത്. ഒരിക്കലും അനാവശ്യമായിട്ട് വെള്ളം പാഴാക്കി കളയാൻ പാടില്ല. ഉള്ള വെള്ളം മോശാക്കാൻ പാടില്ല. സമുദ്രത്തിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം ഒന്നും മലിനമാക്കാൻ പാടില്ല. ഖരമാലിന്യങ്ങളും രാസപദാർത്ഥങ്ങളും ഇട്ടുകൊണ്ട് വെള്ളത്തെ പാഴാക്കി കളയാൻ പാടില്ല, നശിപ്പിച്ച് കളയാൻ പാടില്ല എന്നാണ്. വെള്ളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും വെള്ളത്തിന്റെ അംശമുണ്ട്. വെള്ളത്തിന്റെ അംശമില്ലാത്ത ഏതെങ്കിലും ഭക്ഷണത്തിന്റെ പദാർത്ഥം ഉണ്ടോ? ഈ ദുനിയാവിലുള്ള ജീവനുള്ള മുഴുവൻ വസ്തുക്കളുടെയും ശരീരത്തിൽ വെള്ളത്തിന്റെ അംശമുണ്ട്. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും, ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ, ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും നാം പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ അല്ലാഹു തആല ഉപമിച്ചത് ഏതാ? വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ, സൂറത്തു യാസീനിലെ ആയത്താണ്. അവർക്ക് ദൃഷ്ടാന്തമാണ് നിർജീവമായ ഭൂമി, അതിനെ നാം ജീവൻ നൽകി. വഖറജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ഇവിടെ തഫ്സീർ സഅദിയിൽ കാണാം, ആയത്തുൽ ലഹും എന്ന് പറഞ്ഞാൽ ഐ അലൽ ബഅസ് വന്നുശൂർ. ഇവിടെ നോക്കൂ, ഇപ്പോ ഒരു നാട്ടില് വരണ്ട് കിടക്കുക, ചെടികളൊക്കെ നശിച്ചിട്ടുണ്ട്, ഒരു പുല്ലൊന്നുമില്ല, തരിശായി കിടക്കുന്ന ഒരു ഭൂമി. അവിടെ മഴ പെയ്തപ്പോ അവിടെ ജീവജാലങ്ങൾ മുളച്ചു പൊന്തി. ഇതുപോലെ നിങ്ങൾ മരിപ്പിച്ചതിന് ശേഷം നിങ്ങളെ ജീവിപ്പിക്കുമെന്ന് അല്ലാഹു തആല ഉപമയായി പറഞ്ഞത്, ഉദാഹരണമായി പറഞ്ഞത് മഴയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആരാ വെള്ളം ഇറക്കിയതാരാ? ഈ മഴ പെയ്യിപ്പിക്കുന്നത് ആരാ? നമുക്ക് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ പറയാം അള്ളയാണ് അല്ലേ? എന്നാ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. എന്താണ്? മഴ അത് മുഹീദ്ദീൻ ഷെയ്ഖാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പൊ എവിടെ ഉള്ളത്? കുത്തുബിയത്തിലുണ്ട്. അപ്പൊ ഇതിന്റെ മലയാള വ്യാഖ്യാനം എടുത്ത് നോക്കിയാൽ അതിലൊക്കെ കാണാം, യാ ഖുത്ബഹിൽ സമാ വൽ അർളി ഔസഹുമാ യാ ഫൈദ ഐനി ഉജൂദൈഹിം വഗൈസഹുമാ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കുത്തുബും സഹായിയുമായവരെ,
ഭൂമി ലോകത്തും ആകാശത്തുള്ളവർക്കും വെള്ളവും അരുവിയും ഒഴുക്കുന്ന മഹാനെ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയാൻ, കുത്തുബിയത്തിൽ മഴ പെയ്ക്കണ അള്ളേ, അത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹു തആലാക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് മഴ പെയ്യിപ്പിക്കുക എന്നത്. എന്നാൽ കുത്തുബിയത്തിലൂടെ പറയുന്നു അത് മുഹീദ്ദീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ. വേറെ അന്ധവിശ്വാസം, ഉത്തരേന്ത്യയിൽ തവളനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. തവള കല്യാണം പേപ്പറിലൊക്കെ കാണാം, തവളകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ മമ്പുറത്തെ കൊടിയെടുക്കും. ഇപ്പൊ അതൊന്നും എടുക്കലില്ല. അന്ധവിശ്വാസമായിരുന്നു. എന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാരാണ്? അവർ പറയും ലയഖൂലുന അല്ലാഹ് പറയും. വലഇൻ സഅൽതഹും, അവരോട് ചോദിച്ചാൽ, നീ ചോദിച്ചാൽ, മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ, ഫഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായതിനു ശേഷം സജീവമായ ഭൂമിയാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന അല്ലാഹ്, അവർ പറയും അല്ലാഹയാണെന്ന് പറയും. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അതിൽ തർക്കം ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന തർക്കം എന്തായിരുന്നു? അള്ളാനെ മാത്രം ആരാധിക്കാൻ പറ്റുമോ, അല്ല അള്ളാഹിന് പുറമെ മറ്റുള്ളവരെ അതിന് ഇടയന്മാരാക്കണം എന്നുള്ള വിഷയത്തിലായിരുന്നു അവർക്ക് തർക്കം ഉണ്ടായിരുന്നത്. അപ്പോ അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള കാര്യമാണ് മഴ പെയ്യിപ്പിക്കുക എന്നത്. അത് മറ്റുള്ളവരിലേക്ക് പറയൽ, അത് അള്ളാഹുവിൽ റുബൂബിയത്തിൽ പങ്കു ചേർക്കലാണ്. വെള്ളം നമുക്ക് തടയാൻ അവകാശമില്ല. വെള്ളം, വായു, തീ, ഇതൊന്നും തടയാൻ പാടില്ല എന്നാണ്. പരലോകത്ത് അല്ലാഹു തആല 3 വിഭാഗം ആളുകളോട് സംസാരിക്കൂല, 3 വിഭാഗം ആൾക്കാരെ നോക്കൂല, 3 വിഭാഗം ആൾക്കാരെ സംസ്കരിക്കൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗം ആരാന്നറിയോ? തനിക്ക് കിട്ടിയ വെള്ളം മിച്ചം വന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചവനാണ് എന്നാണ്. എന്നിട്ട് അള്ളാഹ് അവനോട് ചോദിക്കും, നിനക്ക് ദുന്യാവിൽ നിന്റെ അധ്വാനമില്ലാതെ കിട്ടിയ വെള്ളം നിന്റെ സഹജീവിക്ക് നീ നൽകിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് എന്റെ കാരുണ്യം നിനക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയാണ് സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്ത്, 30-ാമത്തെ ആയത്ത്, ഖുൽ അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇൻ അസ്ബഹ മാഉകും ഔറ, നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ, നിങ്ങളുടെ കിണറ്റിലെ വെള്ളം, നിങ്ങൾക്ക് ലഭിച്ച വെള്ളം നിങ്ങൾക്ക് വറ്റിപ്പോയാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം കൊണ്ടുവരിക, ഉറവ് ജലം കൊണ്ടുവരിക? അള്ളാഹ്ക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹത്തിൽ നമ്മൾ സംതൃപ്തി അടഞ്ഞ് അള്ളാഹുവിനോട് ഉപകാരമുള്ള മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നാളെ പരലോകത്ത് ഈ വെള്ളത്തെ കുറിച്ച് ചോദ്യമുണ്ട്. നാളെ പരലോകത്തെ അമലുകളിൽ വെച്ച് ആദ്യമായി ചോദിക്കുക നമസ്കാരത്തെ സംബന്ധിച്ചാണ്. നമസ്കാരം പരിപൂർണമാണെങ്കിൽ അവൻ വിജയിച്ചു. നമസ്കാരത്തിന് വല്ല പാളിച്ചിട്ടുണ്ടെങ്കിൽ സുന്നത്തായ കർമ്മങ്ങളുണ്ടോ നോക്കാൻ പറയും. എന്നിട്ട് സുന്നത്തെടുത്തിട്ട് ഫർള് പരിഹരിക്കും. എന്നാൽ ഇന്ന അവ്വല മാ യുസ്അലു അൻഹു അൽ അബ്ദു യൗമൽ ഖിയാമ മിൻ നഈം, അനുഗ്രഹങ്ങളിൽ നിന്ന് ആദ്യമായി ചോദിക്കുക 2 കാര്യത്തെ കുറിച്ചാണ്. ഒന്നാമത്തെ എന്താ അറിയോ? അലം നുസഹ്ഹിലക ജിസ്മക, നിനക്ക് ഞാൻ ആരോഗ്യം നൽകിയില്ലേ എന്നാണ്. നമുക്കൊക്കെ ആരോഗ്യമുണ്ട്. ആരോഗ്യത്തെ പറ്റി പരലോകത്ത് നിന്ന് ആദ്യത്തെ ചോദ്യം, അനുഗ്രഹത്തെ പറ്റി ആദ്യത്തെ ചോദ്യം ആരോഗ്യത്തെ പറ്റിയാണ്. രണ്ടാമത്തത് വനൂറുവീക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് കുടിക്കാൻ ശുദ്ധജലം നൽകിയില്ലേ, തണുത്ത വെള്ളം നൽകിയില്ലേ എന്നാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളം നമുക്കിപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ മഴ കൂടിയാൽ പ്രാർത്ഥന ഉണ്ട്, മഴ പെയ്യുമ്പോ പ്രാർത്ഥന ഉണ്ട്. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് മടി എന്നുള്ളത്. അറബിയിൽ മടിക്ക് പറയാം കസ്ല്. മടി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് പറഞ്ഞത് അൽ കസ്ലു മറലുൽ ഖിലാൽ, മാരകമായ രോഗമാണ് മടി. മടി ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. 2 തരം മടിയന്മാരെ കാണാം. ഒന്ന്, ദുന്യാവിന്റെ കാര്യത്തിന് മടി ഉണ്ടാവില്ല, ആഖിറത്തിന്റെ കാര്യത്തിന് മടി. ചില ആൾക്കാർക്ക് ദുന്യാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും മടി ഉണ്ടാവും.
ഈ മടിനെ നമ്മൾ സൂക്ഷിക്കണം. അതില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിനൽ ഹമ്മ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന, അതിന് മലയാളത്തിൽ ആകുലത എന്ന് അർത്ഥം പറയാം. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, എന്റെ കച്ചവടം പൊട്ടിപ്പോവോ, എന്റെ മക്കൾ എന്നെ നോക്കൂലേ, ഇങ്ങനെയൊക്കെയുള്ള ഭാവി കാര്യങ്ങൾ, അങ്ങനെയുള്ള ആകുലതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിനൽ ഹസിൻ വൽ ഹസിന്, ഹസിന് എന്ന് പറഞ്ഞാൽ ദുഃഖം, കഴിഞ്ഞു പോയ, നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ കുറിച്ച് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൽ അജിസ്, അശക്തിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൽ കസിൽ, മടിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൽ ബുഖിൽ, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയാണ് ഒരുപാടുണ്ട്. അതിൽ പറഞ്ഞ പ്രാർത്ഥന ക്രമപ്രകാരമായിട്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ കസലി വൽ ജുബ്നി വൽ ബുഖിലി, അങ്ങനെ പിന്നെ വൽ ജുബിൻ, ജുബിൻ എന്ന ഭീരുത്വത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വദലഅത്തൈൻ, കടം അധികരിക്കുന്നില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഗലബത്തി റിജാൽ, ആളുകൾ അതിജയിക്കുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പൊ മടി, അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഇതില് മടിയിൽ നിന്ന് രക്ഷ തേടുന്നുണ്ട്, അശക്തിയിൽ നിന്ന് രക്ഷ തേടുന്നുണ്ട്, ബുഖില്, പിശുക്കിൽ നിന്ന് രക്ഷ തേടുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ് കടം അധികരിക്കുന്നതിൽ നിന്നുള്ള തേട്ടല്. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ആളുകൾ പരാജയപ്പെടുത്തി കളയുന്നതിൽ നിന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും മടിയന്മാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല, എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കണം. മടി ഉണ്ടായാൽ നാളെ മരിക്കുന്ന സമയത്ത് മനുഷ്യന്മാരുടെ വിലാപമുണ്ട്. സൂറത്തുൽ ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത്. ആയത്തിൽ എന്താ പറയുന്നവരോ, വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ പോകുന്ന സമയത്ത് ആ നരകത്തിലുള്ള ആളുകൾ അലമുറയിട്ടുകൊണ്ടിരിക്കും. മടിയന്മാരായ ഇബാദത്തെടുക്കാതെ ശിർക്കിലും ബിദ്അത്തിലും ഖുറാഫാത്തിലും കഴിഞ്ഞിരുന്ന ആളുകള് നരകത്തിലിട്ടുകൊണ്ട് അവർ അലമുറയിട്ടുകൊണ്ടിരിക്കും. അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്ന, ഞങ്ങളെ പുറത്താക്കി തരണമേ, ഇത് ഞങ്ങളൊന്ന് പുറത്താക്കി തരണം. എന്തിനാ? നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ മുമ്പ് പ്രവർത്തിച്ചതല്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. ഞങ്ങൾ ദുന്യാവിലായിരിക്കുമ്പോൾ ചീത്ത പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നത്, ഒന്നുകൂടി ഞങ്ങളെ ദുന്യാവിലേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ ഞങ്ങൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാം. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങളെ ഞാൻ വെറുതെ നരകത്തിലിട്ടല്ല, അവരെ നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയിരുന്നില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആലോചിക്കാനുള്ള ആൾക്കാർക്ക് ആലോചിക്കാനുള്ള സമയം നൽകിയിരുന്നില്ലേ? വജാഅകും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ നൽകിയിരുന്നില്ലേ? ഇതൊക്കെ അള്ളാന്റെ ചോദ്യം. എവിടെ ഉള്ളത്? നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ള പരിശുദ്ധ ഖുർആൻ, അള്ളാന്റെ കലാമില് സൂറത്തുൽ ഫാത്തിറിലെ 37-ാമത്തെ ആയത്താണ്. എന്നിട്ട് അള്ളാഹ് പറയും, നിങ്ങളെ ഞാൻ വെറുതെ നരകത്തിട്ട്, അതുകൊണ്ട് ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, അക്രമകാരികൾക്ക് ഇന്ന് യാതൊരു സഹായിയുമില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ കുറഞ്ഞ ആയുസ് അല്ലെ, അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തെ പറ്റിയാ പറഞ്ഞത്. നിങ്ങളിൽ ഒരാൾ ഒരു സമുദ്രത്തില് വെള്ളങ്ങളെ വെള്ളത്തിൽ പോയിട്ട് നിങ്ങളൊരു ചൂണ്ടുവിരല് മുക്കിയിട്ട് പിന്നെ ആ വെള്ളം കണ്ട് എടുത്താൽ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ വെള്ളം വരുന്നത് അത്ര മാത്രമേ ഉള്ളൂ ദുന്യാവ്. ബാക്കി പരന്നു കിടക്കുന്ന, അറ്റമില്ലാതെ കിടക്കുന്ന അത്ര ആ സമുദ്രത്തോളമുണ്ട് നാളെ പരലോക ജീവിതം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ശാശ്വതമായി എന്നെന്നുമുള്ള പരലോകത്തേക്ക് വേണ്ടി ഈ വളരെ നിസാരമായ ദുന്യാവില് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളൊരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സ്വർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിലെയും ജീവിതത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഖബറുകളെ നീ വിശാലമാക്കണമേ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വലതുകൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അള്ളാഹു നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സമ്പത്തില്, സമയത്തില്, എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ രോഗികളായിക്കൊണ്ടുണ്ട്. അവരുടെ രോഗം നീ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഒക്കെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അടിസ്ഥാനമായി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ സ്വാലിഹൻ മുതഖബ്ബല വറിസ്ഖൻ ത്വയ്യിബൻ വാസിഅ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.